ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൈപ്പയ്ക്ക റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 3 വലിയ കൈപ്പയ്ക്കയാണ് കേട്ടോ. ഇത് നല്ല കയ്പുള്ള ഇനം കൈപ്പയ്ക്കയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇതിൻ്റെ 2 അഗ്രവും ഒന്ന് മുറിച്ചതിന് ശേഷം നടുക്കെ കീറിയിട്ട് ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ചുരണ്ടി എടുക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള വേസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേ രീതിയിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. വല്ലാണ്ട് നൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞു പോകുന്ന പോലെയാവും. അപ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിന് ഒരു ചെറിയ കനത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇതേ പരുവത്തിലൊന്ന് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നല്ലോണം കയ്പുള്ള ഇനം കയ്പയ്ക്കാണെന്നുണ്ടെങ്കിൽ കയ്പിൻ്റെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചാൽ മതി. അപ്പോൾ എല്ലായിടവും ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പം നന്നായിട്ട് ഈ രീതിയിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുമ്പോൾ ഇതിൽ നന്നായിട്ട് ആ കയ്പ്പൊക്കെ ഇങ്ങനെ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരും. നമുക്കത് കളഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഒന്ന് സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ നാളികേരം എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ചെറിയ സവാള, 1 പച്ചമുളക്, ഇത് കൂട്ടാണ്ട് കുറച്ച് കറിവേപ്പിലയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നാളികേരം എടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. നാളികേരം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം കേട്ടോ. നാളികേരം കൊത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ സവാള അഴിയുമ്പോൾ ഇതേപോലെ കുറച്ച് നീളത്തിൽ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കൈപ്പയ്ക്കയിൽ നീരൊക്കെ ഇതുപോലെ വന്നിട്ടാവും. നമുക്കതൊക്കെ ഇത് കളഞ്ഞിട്ട് ഇതേപോലെ വെള്ളത്തിൽ കഴുകിയെടുത്ത് വെള്ളം നല്ലോണം വാൽന്ന് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയുള്ള പാത്രത്തിൽ എടുത്ത് വയ്ക്കണം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൊത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കല്. ഉപ്പ് ചേർത്ത് നിങ്ങൾ ഇളക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പാവയ്ക്കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇതിങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇത് കുറച്ച് നേരം ഇളക്കി എടുക്കുമ്പോഴാണ് നന്നായിട്ട് വാടി നമുക്ക് ഒരു ബ്രൗൺ കളറ് കിട്ടുള്ളൂ. അപ്പോൾ പാവയ്ക്ക് ഇങ്ങനെ വാടി കിട്ടണ അനുസരിച്ച് ഇതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും. ഇതേ രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലൊന്ന് വാടി കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് ഇളക്കി നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നിങ്ങൾക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റോസ്റ്റ് നല്ലൊരു കളറും അതുപോലെ നല്ലൊരു രുചി ഉണ്ടാവും. അതുപോലെ കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പഴുത്ത തക്കാളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ തക്കാളിയുടെ ആ ഒരു പുളിപ്പ് നമ്മുടെ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് ബാലൻസ് ചെയ്യും. ഇതേപോലെ ഇളക്കി നന്നായിട്ടൊന്ന്
ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൈപ്പയ്ക്ക റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈപ്പയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഇതിൻ്റെ ഫാനായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.